അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയ ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് വെച്ചാൽ അരീക്കൽ വാട്ടർഫോൾസും അരീക്കൽ കേവ്സും ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് അരീക്കൽ കേവ്സിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ഇട റൂട്ട് വഴി പോയി ഞങ്ങൾ കയറിയത്, മെയിൻ എൻട്രൻസ് വഴിയല്ല കയറിയത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇതിൽ കയറി ഇന്ന് കുറേ പിക്കൊക്കെ എടുത്തു കേട്ടോ അവർ. അപ്പോൾ ഇത് കുറച്ച് ടാസ്ക് ആണെങ്കിൽ മേലിൽ കയറി നിൽക്കാൻ. പിന്നെ എനിക്കിതൊക്കെ കണ്ടപ്പോൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഫീലൊക്കെയാണ് കേട്ടോ ഗൈസ് തോന്നിയത്. അത് നല്ല രസമുണ്ട്. ഞാനൊന്നും ഇതിൽ കയറി കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഏത്തിനും ഒരാഗ്രഹം എനിക്കും കയറണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കണതാണ് ആൾക്കാരുടെ. അപ്പം ഞാൻ ആ സമയം നോക്കി വേറൊരു കുഞ്ഞി കേവിൻ്റെ അകത്തോട്ട് കയറി നിൽക്കണതാണ്, എന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല പേടിയുണ്ട്, എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ കയറുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറേ നേരം ഞങ്ങൾ പിക്കും അതേപോലെ ഫോട്ടോസ് എന്താ പൊന്നോ അവിടെ നിന്നപ്പോൾ എനിക്ക് നല്ല രസം തോന്നി കേട്ടോ. മഞ്ഞുമൽ ഫീലായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഇറങ്ങാൻ നല്ല ടാസ്ക് ആയിരുന്നു. പിടിച്ച് മടുത്ത്. പിന്നെ അവനാണെങ്കിൽ കിടന്ന് കരച്ചിലുമായി. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് പോകണം എങ്ങോട്ടാണ്. ഞങ്ങൾ അരീക്കൽ വാട്ടർഫോൾസിലോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങളിതേ വാട്ടർഫോൾസിലെത്തി. ആദ്യം കുറച്ചേരം ഞാൻ ഇരുന്നു എന്ന് വെച്ചാൽ അവിടെ സ്റ്റെപ്പായിരുന്നു, അതുകൊണ്ട് ഇരിക്കാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ 2-3 വലിയ പാറകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ആ പാറയുടെ പൊക്കത്ത് കയറിയിട്ട് അവിടെ ചവിട്ടി ഇറങ്ങിയാണ്. അപ്പോൾ ആഴമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അത് കഴിഞ്ഞത് ഇങ്ങനത്തെ ഒരു കനാൽ പോലത്തെ സ്ഥലമുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ എൻ്റെ കസിൻ ബ്രദർ ഇങ്ങനെ നീന്തി പോകണതാണ്. എന്നിട്ട് അവിടെ ഒരു കുഞ്ഞ് സ്റ്റെപ്പ് ഉണ്ട്, അവിടെ എത്തുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതേ എത്തി കേട്ടോ. നല്ല രസമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോയി. ഇവിടെയാണെന്ന് വെച്ചാൽ നല്ല ഒഴുക്കുണ്ട്. പിന്നെ ഇറങ്ങാൻ നല്ല പാടാണെന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൻ്റെ അത്രയും വെള്ളമുണ്ട്. എനിക്ക് നല്ല പേടിയായിരുന്നു, പക്ഷെ ഞാൻ ഇറങ്ങി. പിന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് സ്ലോപ്പ് പോലാണ്, അതുകൊണ്ട് ഇച്ചിരി വെള്ളം കണ്ടേ ഉള്ളൂ. പിന്നെ ഇരുട്ടാവുന്നത് തോറും ഭയങ്കരമായിട്ട് വേവ്സൊക്കെ അടിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഒഴുക്ക് തുടങ്ങി. പിന്നെ ഉള്ളിൽ ഭയങ്കര തെന്നലൊക്കെ ആയിട്ടോ. ഉണ്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നീന്തൽ പഠിക്കാൻ ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും അടുത്ത പ്രാവശ്യം ഇങ്ങനത്തെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.